പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ആഗോള കപ്പൽ ഗതാഗതത്തിന്റെയും ഊർജ്ജ വിപണിയുടെയും ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ പുതിയൊരു തന്ത്രപ്രധാനമായ അധ്യായം തുറക്കപ്പെടുകയാണ്. ഇറാന്റെ തുടർച്ചയായ സൈനിക അധിനിവേശങ്ങൾക്കും മൈൻ ഭീഷണികൾക്കുമിടയിൽ സുരക്ഷിതമായ അന്താരാഷ്ട്ര വ്യാപാരം ഉറപ്പിക്കാൻ ഒമാൻ സുൽത്താനേറ്റ് പുതിയൊരു സമാന്തര പാത ഒരുക്കിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ പൂർണ്ണ പിന്തുണയോടെ ആരംഭിച്ച ഈ പാതയിലൂടെയുള്ള കപ്പലോട്ടം ഇറാന്റെ കടുത്ത എതിർപ്പുകളെയും ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് സജീവമായി തുടരുകയാണ്. ഒമാൻ തീരത്തോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഈ പുതിയ വഴി കേവലം ഒരു യാത്രാ മാർഗമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ പരമാധികാരവും അന്താരാഷ്ട്ര നിയമങ്ങളും തമ്മിലുള്ള വലിയൊരു അധികാര പോരാട്ടത്തിന്റെ പ്രതീകം കൂടിയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാതിരിക്കാനും ചരക്ക് നീക്കം തടസ്സപ്പെടാതിരിക്കാനും ഈ പാത അത്യന്തം നിർണായകമായി മാറിക്കഴിഞ്ഞു. ചരിത്രപരമായി തന്നെ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ആഗോളതലത്തിൽ വിപണിയിലെത്തുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗവും കടന്നു പോകുന്നത് ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ മുറുകിയതോടെ ഈ മേഖല പൂർണ്ണമായും ഒരു യുദ്ധക്കളമായി മാറി. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാനും അവരിൽ നിന്ന് കനത്ത നികുതി അല്ലെങ്കിൽ ടോൾ ഈടാക്കാനും ഇറാൻ ശ്രമിക്കുന്നത് പശ്ചിമേഷ്യയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കടലിടുക്കിന്റെ സുരക്ഷ തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള ഇറാന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിരന്നപ്പോഴാണ് ഒമാൻ സുരക്ഷിതമായൊരു ബദൽ മാർഗവുമായി മുന്നോട്ട് വന്നത്. ഇത് കേവലം ഒരു സാങ്കേതിക തർക്കമല്ല, മറിച്ച് ആഗോള വ്യാപാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള വലിയൊരു നയതന്ത്ര യുദ്ധമാണ്. ഇറാന്റെ നേരിട്ടുള്ള നിരീക്ഷണ വലയങ്ങളിൽ നിന്നും മൈനുകൾ വിതറിയേക്കാവുന്ന അപകട മേഖലകളിൽ നിന്നും കപ്പലുകളെ രക്ഷിക്കാൻ ഒമാൻ മുന്നോട്ട് വെച്ച സുരക്ഷിത പാത ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ജൂൺ 29 മുതൽ നിരവധി എണ്ണ കപ്പലുകളാണ് ഒമാന്റെ ഈ പുതിയ ദൂരക്കുറവുള്ള പാത ഉപയോഗിച്ച് സുരക്ഷിതമായി യാത്ര പൂർത്തിയാക്കിയത്. ഒമാന്റെ ഈ തന്ത്രപരമായ നീക്കം മേഖലയിൽ ഇറാൻ ഉണ്ടായിരുന്ന രാഷ്ട്രീയവും സൈനികവുമായ അപ്രമാദിത്വത്തിന് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. കാരണം കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു അയൽ രാജ്യം ഒറ്റയ്ക്ക് മുൻകൈ എടുക്കുമ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ വിജയമായി മാറുകയും വലിയ കപ്പൽ കമ്പനികൾക്ക് അത് സുരക്ഷിതത്വത്തിന്റെ പുതിയൊരു ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇറാന്റെ കണ്ണുവെട്ടിച്ച് മുന്നേറാൻ സഹായിക്കുന്നതിനാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ ഒമാന്റെ രഹസ്യ പാതയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഒമാൻ ഒരുക്കിയ ഈ സമാന്തര പാത പൂർണ്ണമായും വെല്ലുവിളികളിൽ നിന്ന് മുക്തമല്ല. തങ്ങളുടെ മുൻകൂർ അനുമതിയില്ലാതെ രൂപീകരിച്ച ഈ പുതിയ കപ്പൽ ചാലിനെ ശക്തമായി എതിർക്കുമെന്നാണ് ഇറാന്റെ കടുത്ത നിലപാട്. പുതിയ പാതയിലൂടെ സഞ്ചരിച്ച ഒരു വിദേശ കപ്പൽ ആഴം കുറഞ്ഞ ഭാഗത്ത് മുന്നോട്ട് നീങ്ങാനാകാതെ കുടുങ്ങിയതായി ഇറാൻ മാധ്യമങ്ങൾ തങ്ങളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി വലിയ വാർത്തയാക്കിയിരുന്നു. ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാതയിലൂടെയുള്ള യാത്ര അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. വാണിജ്യ കപ്പലുകളുടെ സുഗമമായ യാത്ര തടസ്സപ്പെടുത്താൻ ഇറാൻ ഇപ്പോഴും ശ്രമിക്കുമ്പോൾ അതിനെ സൈനികമായി നേരിടാൻ യുഎസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ തയ്യാറെടുക്കുന്നത് മേഖലയിലെ പിരിമുറുക്കം ഇരട്ടിയാക്കുന്നുണ്ട്. ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. കടലിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ കരയിൽ നയതന്ത്രപരമായ പുതിയ ചർച്ചകൾക്ക് വേദിയാകുകയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹ. യുഎസും ഇറാനും തമ്മിലുള്ള സാങ്കേതിക തലത്തിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി നേരിട്ടാണ് മധ്യസ്ഥത വഹിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധികളായ ജാരദ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘവുമായി ഖത്തർ അമീർ ദോഹയിൽ വിശദമായ കൂടിക്കാഴ്ച നടത്തി. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ സാധ്യമല്ലാത്തതിനാൽ ഒരു താൽക്കാലിക സമാധാന ഉടമ്പടി രൂപീകരിക്കുന്നതിനും ലെബനനിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുമാണ് ഈ സാങ്കേതിക ചർച്ചകൾ ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം ദോഹ ബാങ്കിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ $6 ബില്യൺ സാമ്പത്തിക ആസ്തികൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചകളിൽ പ്രധാന വിഷയമായി മാറുന്നുണ്ട്. ഒമാന്റെ സമാന്തര പാതയും ഖത്തറിന്റെ നയതന്ത്ര ശ്രമങ്ങളും പശ്ചിമേഷ്യയെ വലിയൊരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് താൽക്കാലികമായി രക്ഷിച്ചേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ആഗോള സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ ഏകപക്ഷീയമായ ഭീഷണികൾ അവസാനിപ്പിക്കുകയും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെ എല്ലാ പ്രാദേശിക ശക്തികളും ഒരുപോലെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.